ഇപ്പം പ്രധാനപ്പെട്ട ഒരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും കെട്ടിടം പാതിയിൽ നിൽക്കുകയാണ്. അത് എന്തൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും? മറ്റെന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഇനി ഇവിടെ ഉദ്ദേശിക്കുന്നത്? വളരെ വളരെ സന്തോഷവും അഭിമാനമുള്ള ഒരു സന്ദർഭമാണ്. ഏറ്റവും വലിയൊരു കടമ്പയാണ്. കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് അത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇതോടുകൂടി നമ്മുടെ ഇപ്പോൾ വയനാട് കൂടി ആയതോടുകൂടി 14 ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് സാധ്യമായി. ഇതിന് തൊട്ട് മുൻപ് ഇവിടെ സർക്കാർ നഴ്സിംഗ് കോളേജും കാസർഗോഡ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഈ പറഞ്ഞ ആശുപത്രി കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതായത് കോവിഡ് സമയത്ത് നിന്നുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിന്നീട് കുറച്ച് വ്യവഹാരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അന്ന് കരാർ ഏറ്റെടുത്ത കരാറുകാരനെ ഫോർക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കാരണം മറ്റൊരു കിഫ്ബിയിലൂടെ പണം ലഭിക്കണമെങ്കിൽ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു സോഴ്സിൽ നിന്ന് ലഭിച്ച പ്ലാൻ ഫണ്ട് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സ് ആണെങ്കിൽ പോലും അവിടെ കിഫ്ബി പിന്നീട് ഫണ്ട് വെക്കില്ലായിരുന്നു. പക്ഷേ ഇത് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് 160 കോടി രൂപ നമുക്ക് ഓൾറെഡി അനുവദിച്ചു. 47 കോടി രൂപ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അത് മൂന്നും നമുക്ക് ആദ്യഘട്ടത്തിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയണം. പിന്നീട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യം. അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ പറഞ്ഞ നമുക്കൊരു സ്പെഷ്യാലിറ്റി സെൻറ്റർ, ഒരു സ്പെഷ്യാലിറ്റി യൂണിറ്റും ഒരു ഫിസിയോതെറാപ്പി, ഞാൻ നേരത്തെ വാസ്തവം പറഞ്ഞാൽ കാഞ്ഞങ്ങാട് ആശുപത്രിയിലൊക്കെ ശ്രമിച്ചതാണ് ഒരു ഫിസിയോതെറാപ്പിയുടെ ഒക്കുപേഷണൽ തെറാപ്പിയുടെ ഒരു സെൻറ്റർ. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ കാസർഗോഡ് പാക്കേജിൽ കൂടി അത് ഉൾപ്പെടുത്തി സ്റ്റേറ്റിലെ ഏറ്റവും മികച്ചൊരു സെൻറ്ററായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇനിയും നഴ്സിംഗ് കോളേജിന് പുതിയ കെട്ടിടം ആവശ്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളായി ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കളക്ട്രേറ്റിൽ യോഗമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. ഈ തസ്തികൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 270 തസ്തികളാണ് അധ്യാപക തസ്തികൾ സൃഷ്ടിച്ചത്. ഇനി ആവശ്യമായിട്ടുള്ള തസ്തികകൾ അതിപ്പോൾ നമ്മൾ ഫൈനൽ ഡിസിഷനിലാണ് ഉള്ളത്. അതുകൂടാതെ കാസർഗോഡ് ഡെവലപ്മെൻറ്റ് പാക്കേജിൽ ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ലാബ് മറ്റു സൗകര്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് അത് സാധ്യമാക്കും. ഇപ്പോൾ 50 നമുക്ക് അടുത്ത വർഷം സാധിക്കാമോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 100 സീറ്റ്സായിട്ട് അത് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത്, അതിനുവേണ്ടി അപേക്ഷ കൊടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഏതായാലും ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട്. നെടുമങ്ങാട് ആശുപത്രിയിൽ കോൺക്രീറ്റ് സ്ലാബിന്റെ ഭാഗം തകർന്ന് വേണം കൂട്ടിരിപ്പുകാർക്ക് പരിക്കേൽക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ DHS റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്.